പറഞ്ഞു, അത് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇടാൻ പ്രയാസമായിരിക്കും. അങ്ങനെയല്ല സാധാരണ തുന്നല്. ഭക്ഷണ വിഷയമൊന്നുമല്ല, 2-3 ഭക്ഷണമല്ലേ, അത് ഇട്ടോളാം. വലഭാഗത്തേക്ക് ആദ്യത്തെ മടക്ക് വരണം, രണ്ടാമത്തെ മടക്ക് ഇടഭാഗത്തേക്ക് വരണം. അതാണ് സുന്നത്തായ കോലം എന്ന് ഉസ്താദ് പറഞ്ഞ് അടുപ്പിച്ചു എന്ന് മാത്രമല്ല, ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഞാൻ നേരിട്ടത് കാണുകയും ചെയ്തു. അങ്ങനെ തന്നെ പറഞ്ഞ് കമീസ് തുന്നിപ്പിച്ച് ആ നിലക്കുള്ള കന്തൂറ ഉസ്താദ് ധരിച്ചതായിട്ട് ഞാൻ കാണുകയും ചെയ്തു. വെറുതെയല്ല ശരീകുമാർ മുത്തബിയുസുന്ന എന്ന പേര് പറഞ്ഞത്, വെറുതെയല്ല മുത്തബിയുസുന്ന എന്ന ആ വിശേഷനാമം അവർ നൽകിയത്. ഓരോ സുന്നത്തുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് വിട്ടുകളയുകയില്ല. അതുകൊണ്ടാണ് വലിയ മഹത്വം അല്ലാഹു നൽകിയത്, വലിയ പദത്തെ അല്ലാഹു നൽകിയത്. എത്രത്തോളം എന്നറിയുമോ? ഏറ്റവും വലിയൊരു മുദരിസ്, ഒരുപാട് മുദരിസുമാരെ വാർത്തുവിട്ട മഹാൻ ബഹുമാനപ്പെട്ട മൊയ്തു സാദി ചേറൂരിന്റെ ഉസ്താദാണ്. അങ്ങനെയുള്ള ഒരുപാട് ആലിമീങ്ങളെ വാർത്തുവിട്ട വലിയൊരു പണ്ഡിതന് മുദരിസുമാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരാൾ ഉഖ്റവിയായ ആലിമിന് വല്ലതും നേർച്ചയാക്കിയാൽ, ഉഖ്റവിയായ ആലിമിന് വല്ലതും ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച ആർക്ക് കൊടുക്കണം? നേർച്ച വീടണ്ടേ? ആർക്ക് കൊടുത്താലാണ് നേർച്ച വിടുക? ബഹുമാനപ്പെട്ട പണ്ഡിതൻ പറയുന്നു, ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദ തങ്ങൾക്ക് ആ നേർച്ച കൊടുത്താൽ നേർച്ചയാക്കിയവന്റെ നേർച്ച വീടും. കാരണം തീർത്തും ഉഖ്റവിയായ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദ തങ്ങൾ. വലിആലിമിൻ ഉഖ്റാനാമാതുൻ തുറാ ലാ യത്ലുബു ദുനിയാ ബിഇൽമിൻ സായിലാ. ഉഖ്റവിയായ ആലിമീങ്ങൾക്കുള്ള എല്ലാ ലക്ഷണങ്ങളും എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങിയ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ വ സയ്യിദുനാ സയ്യിദ് താഹിറുൽ അഹ്ദൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിന് വലിയ കറാമത്ത് നൽകിയത്. വലിയ കറാമത്ത് നൽകിയതും സ്വർഗം കണ്ടു മരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് മഞ്ഞനാട് ഉസ്താദ് അവറുകളെ സമീപിച്ചപ്പോ മഞ്ഞനാട് ഉസ്താദ് പറഞ്ഞൊരു വാക്ക്. എന്താണ് മഞ്ഞനാട് ഉസ്താദ് പറഞ്ഞത്? താഹിറുൽ അഹ്ദ തങ്ങൾ ഒരു ഖാസായ തങ്ങളാണ്. ഇതേ വാക്കുപയോഗിച്ചത് ഖാസായ തങ്ങളാണ്. അവർ നമ്മിൽ നിന്ന് വഫാത്തായി പോയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവരെ പൊരുത്തത്തിന് വേണ്ടി, അവർ സ്ഥാപിച്ച മുഹിമ്മാത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട താഹിർ തങ്ങളെ പൊരുത്തം കിട്ടിയാൽ അല്ലാഹുവിന്റെ ലിഖായിനെ കാണാനും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശഫാഅത്ത് കല്യാണത്തിൽ ഒരുമിച്ച് കൂടാനും പറ്റും. ഈ വാക്ക് ഇങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ് പറഞ്ഞതാണ്. രാഷ്ട്രീയക്കാർ നേതാക്കളെ പൊക്കി പറയും പോലെ ഭൗതിക താല്പര്യം വെച്ച് പറഞ്ഞതല്ല. വഫാത്തായി പോയ സയ്യിദുനാ തങ്ങളവറുകളെ ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ് അങ്ങനെ വിശേഷിപ്പിച്ചത് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഞാനിത് പറയാൻ കാരണം സാധുവായ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നതല്ല, എന്നെ പോലോത്തവരുടെ അഭിപ്രായവും പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഉന്നതരായ ആലിമീങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാരാണ് താഹിറുൽ അഹ്ദ തങ്ങളെ കുറിച്ച് വലിയ വലിയ മദ്ഹുകൾ പറയുന്നത്, അവർ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട ബേക്കൽ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹവും പ്രായം ചെന്ന വലിയ പണ്ഡിതനാണ്, മുദരിസാണ്. ആ ബേക്കൽ അഹമ്മദ് മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞു, താഹിറുൽ അഹ്ദ തങ്ങളെ കുറിച്ച് നമുക്ക് പറയുമ്പോ അവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വിശേഷണം, റസൂലുള്ളാഹിന്റെ പെരുമാറ്റം, റസൂലുള്ളാഹിന്റെ വല്ലാത്ത സ്വഭാവം, അത് നാം കിതാബിൽ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് താഹിറുൽ അഹ്ദ തങ്ങളിൽ കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട ബേക്കൽ അഹമ്മദ് മുസ്ലിയാരാണ് ഈ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞ സ്വഭാവം, കിതാബുകൾ കാണിച്ച ആ ഹുസ്നുൽ ഖുൽഖ്, അത് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദ തങ്ങളിൽ കാണുന്നു എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ബേക്കൽ അഹമ്മദ് മുസ്ലിയാറാണ്. നിങ്ങൾ നോക്കണം, വെറുതെ ഒരാളെ കുറിച്ച് ആലിമീങ്ങൾ അഭിപ്രായം പറയുകയില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ ആലമ്പാടി ഉസ്താദ് അവറുകൾ അവർ സൗദിയിൽ വെച്ച് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, താഹിറുൽ അഹ്ദ തങ്ങൾ വലിയാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞത്. ആ പ്രസംഗം കേട്ട എ അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ നമ്മുടെ മജ്ലിസിലുണ്ട്.
ഒരു സംശയവും വേണ്ട. ഞാൻ കാണുന്ന കാലം മുതൽക്ക്, ഞാൻ അറിയുന്ന കാലം മുതൽക്ക് സ്വാലിഹീങ്ങളെ വേഷം, സ്വാലിഹീങ്ങളെ നടപടി, സ്വാലിഹീങ്ങളെ പെരുമാറ്റം, അതുകൊണ്ട് സംശയം വേണ്ട. ത്വാഹിറുൽ ലഹിതങ്ങൾ തീർത്തും മുഖ്ലിസായ വ്യക്തിയും വലിയുമാണെന്ന് ബഹുമാനപ്പെട്ട ആലമ്പാട് ഉസ്താദ് പറയുകയാണ്. അല്ലാഹുവേ, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ പണ്ഡിത തറവാട്ടിലെ കാരണവർ ശൈഖുന ഈ സുലൈമാൻ ഉസ്താദ് നാളെ ഇൻഷാ അല്ലാഹ് ഇവിടെ വരും. പ്രായം ചെന്ന പണ്ഡിതനാണ്, സമസ്തയുടെ പ്രഗത്ഭനായ വൈസ് പ്രസിഡന്റാണ്, ഒതുക്കങ്ങൾ യഹ്യാ ഉസ്സുന്ന അറബിക് കോളേജിന്റെ പ്രിൻസിപ്പാൾ, അഹ്സനി ഉസ്താദുമാരുടെ ഉസ്താദ് ഈ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു താഹിറുൽ ലഹിതങ്ങളെ കുറിച്ച്. താഹിർ തങ്ങൾ വഫാത്തായി പോയി. താജുൽ ഉലമക്ക് ശേഷം, ഉള്ളാളം തങ്ങൾക്ക് ശേഷം സമസ്തയുടെ പ്രസിഡന്റായി ഞങ്ങൾ കണ്ടിരുന്നത് താഹിറുൽ ലഹിതങ്ങളെയായിരുന്നു. ഇത് പറയുന്നത് ഈ സുലൈമാൻ ഉസ്താദാണ്. ആ നിലക്കണം നേതൃപാഠവും അഗാധമായ പാണ്ഡിത്യവും ആദർശത്തിൽ കറകളഞ്ഞ ആ സംശുദ്ധിയും കാൽവെപ്പും മനസ്സിലാക്കിയ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതരായ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദ് പറയുന്നു, താജുൽ ഉലമക്ക് ശേഷം ഞങ്ങൾ കണ്ടിരുന്നത് താഹിറുൽ ലഹിതങ്ങളെയാണ്. റബ്ബേ, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നീ പരിപൂർണമാക്കി തരണം റഹ്മാനേ. ആലിമീങ്ങൾ അഗാധ പാണ്ഡിത്യമുള്ള മഹാന്മാരായ വിജ്ഞാന സാഗരങ്ങളായ ആലിമീങ്ങളാണ് താഹിറുൽ ലഹിതങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവറുകൾ, ഈ സ്ഥാപനത്തിന്റെ അജയ്യനായ അധ്യക്ഷൻ, ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ എത്തുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക ശബ്ദമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ആ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട താഹിറുൽ ലഹിതങ്ങൾ ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്, ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരാണ്. പക്ഷേ ഞങ്ങളിൽ നിന്നും കാണാത്ത ആദർശ തീവ്രത ബഹുമാനപ്പെട്ട താഹിറുൽ ലഹിതങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാഹു തആല അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ വന്നപ്പോഴുള്ള പ്രസംഗം, ഉസ്താദിന്റെ വഫാത്തിന് ശേഷം വന്നപ്പോൾ സംസാരിച്ച പ്രസംഗം കേട്ടവർക്ക് ഓർമ്മയുണ്ടാകും. താജുൽ ഉലമ പറഞ്ഞു, അധികം ആളുകൾക്കും സ്വാർത്ഥത കാണും, എങ്കിൽ സ്വാർത്ഥതയില്ലാത്ത ഇഖ്ലാസുള്ള തങ്ങളാണ് താഹിറുൽ ലഹിതങ്ങളെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ പ്രഖ്യാപിച്ചത് മുഹിമ്മാത്തിന്റെ ക്യാമ്പസിൽ വെച്ച് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ജീവിക്കുന്ന വലിയ വലിയ ആലിമീങ്ങളും ഉസ്താദുമാരും താഹിറുൽ ലഹിതങ്ങളെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തി തരികയാണ്. ആരാണ് താഹിറുൽ ലഹിതൽ? റബ്ബേ, അവരെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നീ സന്തോഷമാക്കി തരണം റഹ്മാനേ. ആ വിഷയമായി ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുന്നു, നിങ്ങളിൽ പലരും സംബന്ധിച്ചവരാണ് ബഹുമാനപ്പെട്ട